റസൂൽ സുബ്ഹിയിൽ മാത്രമായി ഖുനൂത്ത് ഓതി എന്ന് സ്വഹീഹായ പരമ്പരയിൽ വന്നിട്ടില്ല, ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അത് ഓതൽ ബിദ്അത്താണ് എന്ന് പറയുമ്പോൾ മുൻഗാമികളായ പലരും ഓതിയിട്ടുണ്ടല്ലോ എന്ന ചോദ്യം വരുമ്പോൾ അത് നബി തങ്ങൾ സുബ്ഹിയിൽ മാത്രമായി ഖുനൂത്ത് ഓതി എന്ന് വിശദീകരിക്കുന്ന സ്വീകാര്യയോഗ്യമല്ലാത്ത ദുർബലമായ ചില റിപ്പോർട്ടുകളാണ് അവർക്കുള്ള മാനദണ്ഡമെന്നും അതുകൊണ്ട് അവർ ചെയ്തത് ശിർക്ക് പറഞ്ഞുകൂടാ, അവർ ചെയ്തത് ബിദ്അത്താണ്, അവരാകട്ടെ ഹദീസ് സ്വഹീഹാണെന്ന ധാരണയിൽ ചെയ്തതാകയാൽ അവർക്കൊരു പക്ഷേ അള്ളാഹുവിൻ്റെ പക്കൽ ഇളവ് ലഭിക്കുകയും ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ ചില ആളുകൾ രംഗത്തിറങ്ങുന്നു. സുബ്ഹിയിൽ ഖുനൂത്ത് ഓതൽ ശിർക്കാണെന്ന അവരുടെ വാദവും അത് ബിദ്അത്താണെന്ന ഈ ഒരു വാദവും തമ്മിൽ മാറ്റിവെച്ചുകൊണ്ട് അവർ പ്രചരിപ്പിച്ചു സങ്കല്പിക്കുക. എന്തായിരുന്നാലും ഈ ശിർക്കിനെ ബിദ്അത്താക്കി മാറ്റാനല്ലേ നിങ്ങൾ ഇറങ്ങിയത്? അതുകൊണ്ട് തൽക്കാലം ശിർക്ക് എന്ന് പറയുക, എന്നാൽ പിന്നെ പ്രശ്നം അവസാനിക്കുമല്ലോ. ഇപ്പോൾ ഓതുന്ന ആളുകൾ കൂടി അതൊരു പക്ഷെ ഒഴിവാക്കാൻ തയ്യാറായിക്കൊള്ളും എന്ന് പറഞ്ഞാൽ അത് തൽക്കാലം മാറ്റിപ്പറയാൻ നമുക്ക് ഒരിക്കലും മാർഗമില്ലല്ലോ. അതുകൊണ്ട് ദീനിൽ ഒരു കാര്യത്തിൻ്റെ നിയമം പഠിപ്പിക്കേണ്ടത് അള്ളാഹുവാണ്, അള്ളാഹു നിയോഗിച്ച അവൻ്റെ പ്രവാചകരാണ്. ആ അള്ളാഹും റസൂലും പഠിപ്പിച്ച പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രമാണം ശിർക്കാവാൻ ഏതു മാനദണ്ഡമാണോ പരിചയപ്പെടുത്തത് ആ മാനദണ്ഡ പ്രകാരമേ ഒരു ശിർക്കിനെ ശിർക്കായി നാം മനസ്സിലാക്കാവൂ. അതേപോലെ ഓരോ നിയമവും അള്ളാഹും റസൂലും എവിടെയാണോ എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ ഒരു അർത്ഥത്തിൽ മാത്രം കാര്യങ്ങൾ നാം മനസ്സിലാക്കുക. നമ്മുടെ സ്വാർത്ഥതക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും പ്രശ്നപരിഹാരത്തിനുമായി ഈ ദൈവിക മതത്തിൽ നമ്മുടെ വകയായി കടത്തിക്കൂട്ടി നാം കൈകടത്തി പുതിയ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു വേള നമ്മുടെ ബേസ് തകരാനും പാരത്രികമായ ലോകത്ത് ഭയാനകമായ നഷ്ടങ്ങൾ അതുവഴി ഉണ്ടായിത്തീരുവാനും മാത്രമാണ് ഉപകരിക്കുക എന്ന് കൂടി നാം മനസ്സിലാക്കുക. പലപ്പോഴും സമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന ഒരു വിഷയം വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്തവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് എന്നതാണ് ഏറെ സന്തോഷകരം. ഇവിടെ നമ്മൾ ഇസ്ലാമിൻ്റെ മതപരമായ തീരുമാനങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ മനസ്സിലാക്കിയെടുത്ത് നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ സമീപനം. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളിൽ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ബഹുമാനായ CP സലീം. അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രോഫ് കോണിൽ ഒരു ചോദ്യമായി ഈ വിഷയം സദസ്സിൽ നിന്ന് വന്നപ്പോഴാണ് ഈ ചർച്ച വന്നത് എന്നതിൽ സന്തോഷമുണ്ട്. ഇന്നലെ ആരംഭിച്ച നമ്മുടെ ഈ പ്രോഫ് കോണിൽ ഈ സമയം വരെയും ഈ പ്രസീഡിയത്തിൽ നിന്ന് അങ്ങോട്ട് ഇത്തരമൊരു വിഷയം പറഞ്ഞിട്ടേയില്ല. എന്നാൽ സദസ്സിൽ അത്തരമൊരു സംശയം വരുമ്പോൾ അതിന് നിവാരണം വരുത്തുക എന്ന ന്യായമായ ഒരു കാര്യമാണ് ഈ സെഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ പല വിദ്യാർത്ഥികളിൽ നിന്നും വ്യക്തിപരമായി സംസാരിക്കേണ്ടി വന്നപ്പോൾ ഇത്തരം ഒരു വിവാദം നാം ഉണ്ടാക്കിയതാണോ എന്നത് നാം കാര്യമായി മനസ്സിലാക്കേണ്ട ഒരു വശമാണ്. എന്തുകൊണ്ടാണ് ഇത് യാ ഇബാദല്ലാ അഈനൂനി എന്ന ഭാഗമുള്ള ആ ഹദീസ് അത് എങ്ങനെയാണ് ലോകത്ത് ചർച്ച വന്നത്? കേരളത്തിൽ ഇന്ന് ഈ വിവാദം നടക്കുന്ന ഈ സമയത്ത് വന്ന ചർച്ചയല്ല ഇത്. 1200 കൊല്ലങ്ങളായി ലോകത്തിൻ്റെ സൃഷ്ടാവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ, അവർക്ക് അവരോട് ഇസ്തിഗാസ നടത്താൻ പരിശുദ്ധ ഖുർആനിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നും ഒരു തെളിവും ഉദ്ധരിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ശിർക്കിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു പുൽക്കൊടിയായി ഈ ഹദീസ് കൊണ്ടുവരുമ്പോൾ അവർക്കറിയാം ഇത് ലൈഫാണ് എന്നും മറുപടി ഇത് ലൈഫാണ് എന്ന മറുപടി വരുമെന്നും അവർക്കറിയാം. അങ്ങനെ അറിഞ്ഞിട്ടും അവർ എന്തുകൊണ്ട് ഉദ്ധരിച്ചു? തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളുകൾ, പ്രാമാണികമായി അംഗീകരിക്കുന്ന ലോകത്തുള്ള മഹാന്മാരായ ഇമാമിയങ്ങൾ ഈ ഹദീസ് വെച്ച് അമല് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങളെക്കാളും വിവരമുള്ളവരല്ലേ അവർ ശിർക്ക് ചെയ്തുവെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ച് ശിർക്കിനെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ലൈഫാണ് എന്ന് അറിഞ്ഞിട്ടും ഇത് ശിർക്കിന് തെളിവായി ലോകത്ത് ശിർക്കിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് സലഫി പണ്ഡിതന്മാർ ഹദീസ് ലൈഫാണെങ്കിൽ പോലും ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ശിർക്കുണ്ടോ ഇല്ലേ,
അഥവാ യാ ഇബാദല്ലാ എന്ന വിളിയിൽ അഭൗതികതയുണ്ടോ, ആ വിളിയിൽ ദുആ ഉണ്ടോ എന്ന ചർച്ച നടത്തി. അങ്ങനെ അവർ കൃത്യമായി മനസ്സിലാക്കി കൊടുത്തു. ഹദീസ് സ്വഹീഹാണെന്ന് വിചാരിച്ചാണ് അവർ വിളിച്ചിട്ടുള്ളത്. സ്വഹീഹാണെങ്കിൽ തന്നെ ആ ഹദീസിൽ തന്നെ പറയുന്നു അവിടെ ഹാജറുള്ള, നിങ്ങൾ കാണാത്ത, അപ്പോൾ മനുഷ്യരല്ല, നിങ്ങൾ കാണാത്ത അള്ളാഹുവിൻ്റെ അടിമകൾ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഹാജറുള്ള, നിങ്ങൾ കാണാത്ത അടിമകൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ച് വിളിച്ചാൽ അവിടെ ഹാജറുള്ളതല്ലേ? അപ്പോൾ ആ വിളിയിൽ ഒരിക്കലും അഭൗതികത വരുന്നില്ല. അതുകൊണ്ട് ആ ഹദീസ് സ്വഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അതിൽ ശിർക്ക് വരുന്നില്ല, അഥവാ അഭൗതികത വരുന്നില്ല, അതിൽ ദുആ വരുന്നില്ല എന്ന് ആർക്കു വേണ്ടിയാ പറഞ്ഞത്? എന്തിനാണ് ചർച്ച ചെയ്തത്? ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസിൽ നിന്നോ ഒരു തെളിവും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ലൈഫായ ഹദീസ് സ്വഹീഹാണെന്ന് വിചാരിച്ച് ചെയ്തു പോയ ആളുകളെ മുൻനിർത്തി ശിർക്കിന് തെളിവുണ്ടാക്കുമ്പോൾ ഇല്ല, ശിർക്കിന് അതിൽ തെളിവില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് 1200 കൊല്ലമായി ഇത് ലോകത്ത് സലഫി പണ്ഡിതന്മാർ ചർച്ച ചെയ്തത്. ആ ചർച്ചയിൽ കേരളത്തിലേക്ക് നമ്മൾ വന്നാൽ 1971 കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച മഹാനായ ഉമർ മൗലവി, അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ, അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചു. മുഹയ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് തെളിവായി ഈ ഹദീസ് ഉന്നയിച്ചു. കണ്ടോ, ആവർത്തിക്കുകയാണ്. അങ്ങനെ ഉന്നയിച്ചപ്പോൾ ഉമർ മൗലവി എന്തു ചെയ്തു? ഇത്തരം കൺഫ്യൂഷനുകൾ ശിർക്കിന്റെ അഹ്ലുകാർ ഉണ്ടാക്കുമ്പോൾ വിദ്യാർത്ഥികൾ വരെ അതിന് മറുപടി പറഞ്ഞു തുടങ്ങണം. അതുകൊണ്ട് അദ്ദേഹം മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന കേനമിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയായ അബ്ദുറഹിമാൻ പാലത്തിന്റെ കയ്യിൽ കൊടുത്തു, മോനെ മറുപടി തയ്യാറാക്കൂ എന്ന് പറഞ്ഞു. എല്ലാവരും പഠിക്കട്ടെ. അങ്ങനെ ആ മറുപടി ഉമർ മൗലവി പരിശോധിച്ചു. എന്നിട്ട് 1971 സൽസബീലിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാ വിദ്യാർത്ഥിയുടെ മാത്രം അഭിപ്രായമല്ല, ഇത് സൽസബീലിന്റെ കൂടി അഭിപ്രായമാകുന്നു. അതിന്റെ തുടക്കം എന്താ? ഈ ഹദീസിന്റെ പരമ്പരയിൽ ഇന്ന ആള് കണ്ണിമുറിഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമല്ല, അത് ദുർബലമാണ്. അടുത്ത വാചകം, ഇനി ആ ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെ വാദവിഷയത്തിന് അതിൽ തെളിവില്ല. അപ്പോൾ എന്തു പറയേണ്ടി വരും? ഉമർ മൗലവി അന്നേ അനാവശ്യമായ ചർച്ചയുണ്ടാക്കി. ലൈഫായ ഹദീസല്ലേ, അതങ്ങ് വിട്ടാ പോരെ, പിന്നെന്തിനാ വെറുതെ സങ്കല്പിച്ചാൽ പോരെ എന്ന് ഉമർ മൗലവി ചോദിച്ചത് എന്ന് വിവരമുള്ള ആരും ചോദിക്കാത്തതെന്താ? മുഹയ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കാൻ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്ന ചോദ്യകർത്താവ് പറഞ്ഞത്. നിങ്ങൾക്കതിൽ തെളിവില്ല. അത് സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെ വാദവിഷയത്തിന് മുഹയ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ സമമല്ല യാ ഇബാദല്ലാഹ്. അപ്പൊ എന്തിനാ ആ ചർച്ച നടത്തിയത്? ഇനി 1971 കഴിഞ്ഞ് 80കളിൽ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് 2002 പിരിഞ്ഞുപോയ ആളുകൾ ഒന്നിച്ചുള്ള ആ സന്ദർഭത്തിൽ ശബാബിലൂടെ കൊടുത്ത മറുപടിയും ഇതുതന്നെ. നമ്മുടെ വാദപ്രതിവാദങ്ങളിൽ ഖണ്ഡന പ്രസംഗങ്ങളിൽ കൊടുത്തതും ഇതേ മറുപടി തന്നെ. ആ മറുപടിയാണ് ഇപ്പോഴും നാം സ്വീകരിക്കുന്നത്. ഇതിൽ നിന്നും പുതിയ ഒരു വാദം വന്നത് 2012 മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വാദം വരുത്തൽ നിർബന്ധമായിരുന്നു. അതിനുള്ള കാരണത്തിൻ്റെ ഒറ്റ വാക്ക് പൊളിറ്റിക്സ് എന്നാണ്. സംഘടനാപരമായ ചില വിഷയങ്ങളിൽ ചില സ്വാർത്ഥ താല്പര്യമുള്ളവർക്ക് ചില ആളുകൾ ജിന്നിൻ്റെ ആളുകളാകുന്നു, ജിന്നുകളോട് തേടുന്നവരാകുന്നു എന്ന് വരുത്തി തീർത്ത് ചില അജണ്ടകൾ നടപ്പാക്കേണ്ടിയിരുന്നു. ആ അജണ്ടകൾ നടപ്പാക്കാൻ ജിന്നിനോട് തേടുന്നവരുണ്ട്, സഹായം തേടുന്നവർ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട് എന്ന ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ആരോപണം ഉന്നയിച്ച് എവിടെ എത്തിയെന്നറിയുമോ? ശിർക്കാരോപിച്ച് പച്ച ശിർക്കിലെത്തുന്ന ഹദീസിന്റെ പരിണിതിയിൽ നമ്മൾ എത്തിയോ എന്ന് ചിന്തിക്കണം. മൂവാറ്റുപുഴ സംവാദം നടന്നപ്പോൾ ഉമർ മൗലവി കൊടുത്ത പ്രാമാണികമായ മറുപടി വ്യത്യസ്തമായി 80കളിൽ KP മുഹമ്മദ് മൗലവി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഷബാബിൽ കൊടുത്ത മറുപടി വ്യത്യസ്തമായി.
കേരള ജംഇയ്യത്തുൽ ഉലമ ചുമതലപ്പെടുത്തിയതനുസരിച്ച് 2004 മണ്ണാർക്കാട് സംവാദത്തിൽ വെച്ച് ഈ വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ KK സക്കരിയ സ്വലാഹി അവിടെ നിന്ന് കൊടുത്ത മറുപടിയിൽ നിന്ന് വ്യത്യസ്തമായി യാ ഇബാദല്ലാ അഈനൂനി എന്നതിൽ അഭൗതികതയുണ്ട്, അതിൽ ദുആയുണ്ട് എന്ന് മൂവാറ്റുപുഴയിൽ വെച്ച് പറഞ്ഞപ്പോൾ ശിർക്കിന്റെ അഹ്ലുകാർക്ക് സന്തോഷം. ആ രംഗത്തിന്റെ ചുരുക്കം ഞാൻ പറയാം. നിങ്ങൾ സിഹ്ർ പലിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ, കേന്നബുകാർ സിഹ്ർ പലിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ, റസൂലുള്ളാഹിക്ക് സിഹ്ർ പലിച്ചു എന്ന സ്വഹീഹായ ഹദീസ് അംഗീകരിക്കുന്നവരാണല്ലോ. ശരി, ആ സിഹ്റിന്റെ പിന്നിലുള്ള കാര്യകാരണം പിശാചല്ലേ? അപ്പോൾ ആ പിശാജ് യാ ഇബാദല്ലയിൽ അഭൗതികതയുണ്ടെങ്കിൽ പിശാജ് അഭൗതികമാകുമല്ലോ. അപ്പോൾ അഭൗതികമായി പിശാജ് ഉപദ്രവമുണ്ടാക്കുമെന്ന് വന്നില്ലേ? നിങ്ങളുടെ തൗഹീദ് എന്താ കായക്കൊടി? നിങ്ങളുടെ തൗഹീദ് എന്താ? അഭൗതികമായി ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിന് മാത്രം നിങ്ങൾ കഴിയുമെന്ന് പറഞ്ഞ കാര്യം ജിന്നിന് കഴിയും. ജിന്ന് അഭൗതികമായി ഉപദ്രവിക്കുമെന്നല്ലേ? ആ വിളിയിൽ അഭൗതികതയുണ്ടെങ്കിൽ ജിന്നും മലക്കും അഭൗതികമായില്ലേ? ഈ ചോദ്യത്തിന് മുമ്പിൽ ഒരു നിമിഷം പരുങ്ങേണ്ടി വന്നു. മറുപടി വന്നു. എന്താ മറുപടി? ജിന്നും മലക്കും അഭൗതികമായി ഉപദ്രവിക്കും അല്ലെങ്കിൽ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല, വിളിച്ചു പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ. ഈ അപകടം നിറഞ്ഞ മറുപടി എന്തുകൊണ്ട് വന്നു? അഥവാ മൊഹീദ്ദീൻ ഷെയ്ഖ് നമ്മളെ സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കാവൂല, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാലേ ശിർക്കാവുകയുള്ളൂ. ഈ അപകടത്തിലെത്തിയത് എന്തുകൊണ്ടാ? പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കേവല പൊളിറ്റിക്സിന് വേണ്ടി ഈ കാര്യത്തെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ അപകടകരമായ മറുപടിയിലെത്തേണ്ടി വന്നത്. ബഹുമാന്യനായ മോഡറേറ്ററുടെ സമ്മതത്തോടുകൂടി ഒരു കാര്യം ഈ സദസ്സിന്റെ മുമ്പിൽ വെളിവാക്കാൻ, അഥവാ ജിന്നിനോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് സഹായം തേടാം എന്ന് ഡോക്ടർ KK സക്കരിയ സ്വലാഹിക്ക് വാദമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹം ജീവനോടുകൂടി ഈ സദസ്സിലുണ്ട്, നമ്മുടെ നേരെ ഇരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ നാവിലൂടെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ ഭൗതികമോ അഭൗതികമോ ഏത് കാര്യത്തിന് ഹാജറുള്ളതോ അല്ലാത്തതോ ആയ ജിന്നിനോട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം തേടാമെന്ന് വാദമുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ നാവിലൂടെ നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. ബഹുമാനായ സക്കരിയ സ്വലാഹി ആ വിഷയം ഒന്ന് സദസ്സിൻ്റെ ഗുണത്തിന് വേണ്ടി ഒന്ന് വിശദീകരിക്കണം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ പ്രസംഗിക്കുകയും ഒരുപാട് സ്ഥലത്ത് എഴുതുകയും ചെയ്താലും കള്ളപ്രചരണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 30 വർഷമായി ഈ തൗഹീദിനു വേണ്ടി എന്നാൽ കഴിയുന്ന സേവനങ്ങൾ എഴുതിയും പ്രസംഗിച്ചും വാദപ്രതിവാദം നടത്തിയും ഖണ്ഡനപ്രസംഗം നടത്തിയുമൊക്കെ എളിയ സേവനങ്ങൾ നിർവഹിച്ച ഒരാളാണ് ഞാൻ. ഒരു കാലത്തും എനിക്ക് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ ഒരു വാദവും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. 2002 മുതൽ സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോയ മടവൂർ വിഭാഗം അന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നിച്ചു നിഷേധിച്ചു. ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ, തെളിവ് തരൂ, 1000 കുതിരശക്തിയിൽ വെല്ലുവിളിച്ചു. സാധിച്ചിട്ടില്ല. അതേ വാദം 2012 വേറൊരു കൂട്ടർ ഏറ്റെടുത്തു. അത് ചില ആളുകളൊക്കെ വിശ്വസിച്ചു. ദീനീ സ്റ്റേജിൽ നിന്ന് ഹംദും സ്വലാത്തും ചൊല്ലി പറയുന്നതല്ലേ സത്യമായിരിക്കും എന്ന് പൊതുജനങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്നാൽ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ നിൽക്കേണ്ടവരാണല്ലോ. ഞാനും അതുപോലെ ഈ ആരോപണത്തിന് വിധേയമായ പലരും എത്രയോ സ്റ്റേജുകളിൽ പറഞ്ഞിട്ടും അതിനെ ആവർത്തിക്കുകയാണ്. ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒരു സഹായവും തേടാൻ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനാർത്ഥത്തിലുള്ള സഹായതേട്ടമോ അഭയതേട്ടമോ രക്ഷാതേട്ടമോ എന്ത് നടത്തിയാലും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അതാണ് എൻ്റെയും ഇതുപോലെ ഈ പ്രസ്ഥാനത്തിലുള്ള എല്ലാവരുടെയും അഭിപ്രായം. ഒരു സാധാരണ മുജാഹിദ് പ്രവർത്തകൻ പോലും ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതായി കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല.
ഇതുമാത്രമല്ല, ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾ, ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാമോ? പാടില്ല. മലക്കിനോട് ചോദിക്കാമോ? പാടില്ല, ഹറാമാണ്. ഇതാണ് നാം ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്കും പറയാനുള്ളത്. ഒരു തെളിവും ഹാജരാക്കാതെ വെറുതെ ആളുകളെ സംബന്ധിച്ച് ശിർക്കാരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ ആ വാദക്കാരനല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഉന്നയിച്ചവരിലേക്ക് അത് മടങ്ങും. അവർ ശിർക്കിൻ്റെ ആളുകളായി മരിച്ചു പോകും. അത്രയും ഗൗരവമുള്ള കാര്യമാണിത്. വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു ആരോപണവും പറയാൻ പാടില്ലെന്ന് പഠിപ്പിക്കപ്പെട്ട നാം ഗുരുതരമായ ശിർക്കാരോപണം കേൾക്കുമ്പോൾ അവർക്ക് തിരുത്തി കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? വാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഒരാൾക്കൊരു വാദമുണ്ടെങ്കിൽ അത് എഴുതും, പ്രസംഗിക്കും, വാദിക്കും. അപ്പോഴാണല്ലോ അയാൾക്ക് ആ വാദമുണ്ടെന്ന് തെളിയുക. അതുകൊണ്ട് ഇല്ലാത്ത വാദമാണ് സുഹൃത്തുക്കളെ ഈ ഉള്ളവൻ്റെ മേൽ അടച്ചാക്ഷേപിച്ച് ആരോപിച്ച് നടക്കുന്നത്. ശിർക്കാരോപകരോട് എനിക്ക് പറയാനുള്ളത് എന്ന പേരിൽ നോട്ടീസ് ഇറക്കി. അതുപോലെ തന്നെ വേറെ പല ലേഖനങ്ങളിലും എഴുതി പ്രസംഗിച്ചു. അത് ഞാൻ ഇവിടെയും ആവർത്തിക്കുകയാണ്. അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. വിജനസ്ഥലത്തും ജനനിബിഡമായ സ്ഥലത്തും, പുഴക്കരയിലായാലും കൊളക്കടവിലായാലും കടലിലായാലും കരയിലായാലും മരുഭൂമിയിലായാലും നടുറോട്ടിലായാലും കാട്ടിലായാലും നാട്ടിലായാലും എവിടെ വെച്ചും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നാണ് ഈ ഉള്ളവൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. ശിർക്ക് ആരോപിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും. പ്രഫ്കോൺ പ്രവർത്തനങ്ങളൊക്കെയായി വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു 3 ദിവസം 4 ദിവസം ചില സുഹൃത്തുക്കളെങ്കിലും ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ അവരെടുത്ത് പറഞ്ഞത് നിങ്ങളൊക്കെ ഒരിക്കലും ശിർക്കിലേക്ക് പോകില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളോട് പറഞ്ഞത് നിങ്ങൾ ശരിക്ക് പഠിച്ചിട്ട് ശരിക്ക് മനസ്സിലാക്കിയിട്ട് തീരുമാനിച്ചിട്ടൊക്കെ തീരുമാനം എടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ ബുദ്ധി വെച്ച് പഠിച്ച് തീരുമാനം എടുത്തിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ പ്രവർത്തന രംഗത്ത് വന്നാൽ മതി എന്നാണ്. പക്ഷേ ഈ വിഷയത്തിലെ വിവാദങ്ങൾ ഉണ്ടായത് ഇപ്പോഴല്ല. ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് കാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്ന ഒരു രീതി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2002 ഓഗസ്റ്റ് 12 മുതൽക്ക് കേരളത്തിൽ തൗഹീദുള്ള ഒരു സമൂഹത്തിൽ ശിർക്കുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും 2002 പ്രഫ്കോൺ മുതൽക്ക് 2012 ഈ പ്രഫ്കോൺ വരെയുള്ള ഒരു പ്രഫ്കോണിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ലായിരുന്നു. കേവല വിവാദത്തിൽ തട്ടിത്തടഞ്ഞ് ദാവാരംഗത്ത് നമ്മൾ മാറി നിന്നിരുന്നുവെങ്കിൽ. മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ അനിവാര്യമായ ആദർശപരവും സംഘടനാപരവുമായ ഒരു ഒഴിഞ്ഞുപോക്കിൻ്റെ തുടർച്ചയായി 2012 ഓഗസ്റ്റ് 12 പിന്നെ സ്വയം പിരിഞ്ഞുപോയി ചില ആളുകൾ പ്രഖ്യാപനം നടത്തി പിരിഞ്ഞുപോയത്. അതിൻ്റെ തുടർച്ചയായി 2002 ഓഗസ്റ്റ് 23 പ്രസ് റിലീസ് വരുന്നു, മുജാഹിദുകളിൽ ശിർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആരോപണം, മുജാഹിദുകളിൽ ശിർക്കുണ്ട് എന്ന ആരോപണം എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ഞാൻ പറയാണ്, ഇത് 6 മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒന്നല്ല, അന്നേ ഉള്ള ഒന്നാണ്. പിന്നീട് അതിന് കനം കൂടി. പിന്നീടത് ഇവിടുത്തെ പിന്നെ ഖബറാരാധകരായ ഒരു സമൂഹത്തിൻ്റെ അവരുടെ പേജിലും അവരുടെ പത്രങ്ങളിലും ഒക്കെ ബഹുമാനരായ നമ്മുടെ പണ്ഡിതന്മാർ, ബഹുമാനനായ അബ്ദുസ്സലാം സുല്ലമിയെ പോലെയുള്ള, ഞാൻ പേരെടുത്ത് പറയുന്നത് കാര്യം നമുക്ക് ക്ലിയർ ആകാൻ വേണ്ടിയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ്. അദ്ദേഹം ഒരു പിന്നെ എന്താ പറയുക, ഇവിടുത്തെ പിന്നെ ഖബറാരാധനയെ ന്യായീകരിക്കുന്ന സെൻസിങ് പത്രത്തിൽ അഭിമുഖം കൊടുത്തു. മുജാഹിദുകൾ, AP വിഭാഗം മുജാഹിദുകൾ അവർ മുശ്രിക്കുകൾ തന്നെ. അന്നും മുജാഹിദുകൾ ഈ വിവാദം കേട്ടിട്ടുണ്ട്. പിന്നീട് 2007 ഇസ്ലാഹിൽ ഒരു ലേഖനം വരുന്നതോടുകൂടെ ഈ വിവാദത്തിന് ശക്തി കൂടുകയാണ്. ഈ വിവാദത്തിനൊരു കച്ചിത്തുരുമ്പ് കിട്ടുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, കഴിഞ്ഞ പ്രഫ്കോൺ കാലത്തും അതിൻ്റെ മുൻപുള്ള പ്രഫ്കോൺ കാലത്തും ഒക്കെ ഈ വിവാദമുണ്ട്. 2007 2008 2009 2010 2011 അതിലെ ജനുവരിയിലുണ്ട്, ഫെബ്രുവരിയിലുണ്ട്, മാർച്ചിലുമുണ്ട്. അതുവരെ മുജാഹിദുകൾ എല്ലാവരും, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ ഉത്തരം ഒന്ന്. മർക്കസുദ്ദാവയിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് മുജാഹിദുകൾക്കെതിരെ ശിർക്കാരോപണം നടത്തിയപ്പോൾ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ബഹുമാന്യരായ പലരെയും എന്നുവേണ്ട ആയിരക്കണക്കിന് മുജാഹിദുകൾക്കെതിരെ ശിർക്കാരോപണം നടത്തുന്ന ആളുകളൊക്കെ ഇസ്ലാഹു ഒരു കയ്യിൽ പൊക്കിപ്പിടിച്ച് തിങ്ങി നിറഞ്ഞ സദസ്സുകൾക്ക് മുന്നിൽ ശക്തമായി പറഞ്ഞു, ഇതിൽ ശിർക്കില്ല,
ഇത് ശിർക്കല്ല, ഇത് ശിർക്കാണ് എന്ന് തെളിയിച്ചാൽ ഞങ്ങളുടെ പള്ളിയുടെ താക്കോല് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാ പൂട്ടിയിട്ട്, പിന്നെ ഞങ്ങൾക്കൊരു പള്ളിൻ്റെ ആവശ്യമല്ല എന്നുവരെ 2011 പോലും പ്രസംഗിച്ച ആളുകൾ ഒരു ദിവസം ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പറയുന്നു നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന്. അവിടെയാണ് ബഹുമാനനായ CP സലീം പറയുന്ന ക്ലാരിഫിക്കേഷൻ നിങ്ങൾ അറിയേണ്ടത്. 2007-ലില്ലാത്ത, 2008-ലില്ലാത്ത, 2009-ലില്ലാത്ത, 2010-ലില്ലാത്ത, 2011 ജനുവരിയിലില്ലാത്ത, ഫെബ്രുവരിയിലില്ലാത്ത, മാർച്ചിലില്ലാത്ത ഒരു പുതിയ ശിർക്ക് അതെങ്ങനെയാണ് ഉണ്ടാവുക? അതിൻ്റെ ശേഷം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അന്നുള്ള ആ വരികളാണ് ഇപ്പോഴും വായിക്കുന്നത്. അന്ന് അതിനെ ശക്തമായി ഒരു സ്ഥലത്തല്ല ഒരു മിനിറ്റല്ല പ്രഫ്കോണിന്റെ വേദിയിലേക്ക് ഇതുപോലെ ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ന് ശിർക്ക് ആരോപിച്ച് നടക്കുന്ന ബഹുമാനരായ ചില ജ്യേഷ്ഠ സുഹൃത്തുക്കൾ അന്ന് സദസ്സിനെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചിട്ടുണ്ട്. എന്ത്? നിങ്ങൾ ആരെങ്കിലും ഇവിടെ ശിർക്ക് പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇവിടെ ജിന്ന് പൂജ പഠിപ്പിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സദസ്സ് അന്ന് ഉച്ചൈസ്തരം പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് അന്ന് നമ്മളൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നമ്മുടെ തന്നെ ചില പത്രങ്ങളിൽ കാണുന്നു, മുജാഹിദുകൾ മലപ്പുറത്ത് പ്രഫ്കോണുമായി കടന്നു വരുമ്പോൾ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം മന്ത്രവാദത്തിലേക്കും അതേപോലെ തന്നെ ഇസ്മിൻ്റെ പെട്ടിയും പിടിച്ചു പോകുന്നിടത്തേക്കും കൊണ്ടുപോകുന്നു എന്ന ആരോപണം കേൾക്കുമ്പോൾ സുഹൃത്തുക്കളെ, മുഖത്ത് തല്ലിയാൽ അത്ര വേദന ഉണ്ടാകില്ല, അല്ലേ? മുഖത്ത് തല്ലിയാൽ അത്ര വേദന ഉണ്ടാകില്ല. ഈ വിഷയം ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മളും സൂക്ഷിക്കുക, നമ്മളും ശ്രദ്ധിക്കുക. മയ്യത്തും കട്ടിൽ എല്ലാവരുടേതും പള്ളിൻ്റെ മുന്നിൽ വരും. 1 കോടി രൂപയുടെ കടം തരാനുണ്ടയാൾ ഒരുപക്ഷെ അത് വിട്ടുകൊടുക്കും. ഇത്തരം ചില കാര്യങ്ങൾ ഒരുപക്ഷെ സൊഫിൽ നിൽക്കുന്നവർ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മഹാദുരന്തത്തെക്കുറിച്ച് നമ്മൾ 1000 തവണ ആലോചിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകാൻ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചിലർക്ക് ചില താല്പര്യങ്ങൾ, അതൊന്നും ഇവിടെ പറയണില്ല. ഇത് പ്രഫ്കോണിൻ്റെ വേദിയാണ്. ആ വേദിയിൽ അത് പറയാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ചോദ്യകർത്താക്കൾ ചോദ്യവുമായി വരുമ്പോൾ ഒരുപക്ഷെ പ്രതികരിക്കേണ്ടി വരുമെന്നുള്ളത് മോഡറേറ്റർ തീരുമാനിക്കേണ്ട കാര്യമാണ്, അല്ലേ? മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒന്നിച്ചു നിന്ന് പറഞ്ഞൊരു വിഷയം എങ്ങനെയാണ് മാർച്ച് മാസമായപ്പോൾ ഏപ്രിലായപ്പോൾ അതിന് രൂപം മാറിയത്? ശിർക്കിനെ ന്യായീകരിച്ച് ശിർക്കായിരുന്നെങ്കിൽ എന്തിനാ ന്യായീകരിച്ചത്? അതിൻ്റെ ഉത്തരം ഇതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാത്ത കുറേ കാര്യമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നടന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യത്തെ മൂടി വെക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. ചില സ്ഥലത്തൊക്കെ ഈ വിഷയം പറയേണ്ടി വന്നപ്പോൾ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. ഒരാളിങ്ങനെ ഒരു ഒലക്കൊണ്ട് ഇങ്ങനെ ഇടിക്കുക ഒരലിൽ. അപ്പോൾ വേറൊരുത്തം വന്നിട്ട് ചോദിച്ചു, ഈ ഒരലിൻ്റെ ഒരലുമെന്നാണോ ഒച്ച, അതല്ല ഒലക്കമെന്നാണോ ഒച്ച? അപ്പോൾ അവൻ ആ ഒലക്കൊക്കെ അവിടെ വെച്ചിട്ട് ഓനിങ്ങനെ നിന്ന് ചിന്തിച്ച് എവിടുന്നാ അപ്പോൾ ശരിക്കും ഒച്ച? അപ്പോൾ അവൻ ആവേശമായി. അപ്പോൾ മറ്റവൻ്റെ അടുത്തേക്ക് വേറൊരുത്തൻ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല ഇത് ശരിക്ക് ഈ ഒലക്കമെന്നാണോ ഒരലുമെന്നാണോ? ഇവൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ പണി മുടങ്ങണം. അപ്പോൾ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതേപോലെ ഒലക്കൊരു ഭാഗത്ത് വെച്ചിട്ട് അവൻ്റെ മോന്തൊക്കെ ഒന്ന് കൊടുത്തിട്ട് ചോദിച്ചു, ഇപ്പം ഉണ്ടായ ഒച്ച മോന്തമ്മെന്നാണോ അതോ കയ്യുമെന്നാണോ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു ഒരലിൻ്റെ മസലയാണിത്. ഇത് 2011 വരെ ഒരു പ്രശ്നമല്ലാത്തൊരു കാര്യം ഒരു ദിവസം പ്രശ്നമാക്കുന്നു. എങ്ങനെ എന്ന ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടണം, അല്ലേ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണം. 2011 മാർച്ച് വരെ ഈ വിഷയത്തിൽ മുജാഹിദുകൾക്കെതിരിൽ ശിർക്ക് ആരോപിച്ച് നിന്നിരുന്ന ചില ആളുകൾ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഇപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ടോ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ സമൂഹത്തോട് പറയുന്നു, കുറച്ച് ദിവസം ഇങ്ങനെ മിണ്ടാതെ നിന്ന് പിന്നെ പറയുന്നു, പിന്നെ വിശദീകരണം മുഖാമുഖമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നു. മറുപക്ഷത്ത് തൗഹീദിൽ നിൽക്കെ, മടവൂർ വിഭാഗത്തിൽ തൗഹീദിൽ നിൽക്കെ ഒരു ദിവസം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കയറി വന്ന് കുറേ കാലം മിണ്ടാതെ നിന്ന് അവസരം വന്നപ്പോൾ ആ പഴയ നോട്ടെടുത്ത് വീണ്ടും പ്രസംഗം തുടങ്ങുന്നു. അപ്പോൾ തൗഹീദിൽ നിന്ന് എന്തിനാ ശിർക്കുക്ക് പോകുന്നത്? രക്ഷിക്കാനാ? അങ്ങനെയാണെങ്കിൽ അത് പറയണം. പറഞ്ഞാൽ വീണ്ടും ഒരുപാട് ഉപചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പോയിന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യം സ്ക്രീനിൽ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. ഡോക്ടർ KK സക്കരിയ സുലാഹിയുടെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനിയും ശിർക്കാരോപണം നടത്തുന്നവർ പ്രവാചകന്റെ ഹദീസ് ഓർക്കുക, ഒരാൾക്ക് എതിരിൽ ശിർക്ക് ഇല്ലാത്തയാൾക്കെതിരിൽ ശിർക്ക് ആരോപിച്ചാൽ അത് തിരിച്ചു വരും. സുഹൃത്തുക്കളെ, പോസ്റ്റർ ഒട്ടിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് ഒരിക്കലും നമ്മൾ നഷ്ടത്തിൽപ്പെടരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇവിടെ ഒരു ചോദ്യം നമ്മുടെ എഴുതി കിട്ടിയത് ഇവിടെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
ജിന്നിനെ മനുഷ്യനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ സബബായി, അതായത് കാരണമാക്കി തന്നിട്ടുണ്ടോ? മുശ്രിക്കായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാണെങ്കിൽ മുശ്രിക്കായ മനുഷ്യനോട് ചോദിച്ചാലും ഷിർക്കാവില്ലേ? ഫൈസൽ മൗലവി അത് വിശദീകരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജിന്നുകൾക്ക് മനുഷ്യരെ സഹായിക്കാനും അതുപോലെ ഉപദ്രവിക്കാനും ഉള്ള വല്ല സബബുമുണ്ടോ, അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ എന്നതാണ്. സബബ് എന്നുള്ളത് തൗഹീദും ശിർക്കും വിശദീകരിക്കുന്നിടത്ത് നാം ഉപയോഗിക്കുന്നത് ഒരു നിമിത്തം അല്ലെങ്കിൽ കാര്യകാരണ ബന്ധം എന്ന അർത്ഥത്തിലാണ്. ഏത് സൃഷ്ടിയും പ്രവർത്തിക്കുന്നത് ആ സൃഷ്ടിക്ക് അല്ലാഹു തആല നിശ്ചയിച്ച ഒരു സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് യഥാർത്ഥത്തിൽ സബബ്. ഓരോന്നിനെയും എടുത്തിട്ട് ഇതിനെനിക്ക് സബബാണ്, അതിനെനിക്ക് സബബാണ് എന്ന് പ്രത്യേകം പഠിപ്പിക്കേണ്ടെന്നൊരാവശ്യം ആ രംഗത്ത് ഇല്ല. ഏത് സൃഷ്ടിക്കും അല്ലാഹു നിശ്ചയിച്ച ഒരു സംവിധാനം, അതിൻ്റെതായ ഒരു ഭൗതികത, അതിൻ്റെതായ ഒരു പ്രകൃതം, അതിൻ്റെതായ ഒരു കാര്യകാരണ ബന്ധം, അതാണ് സബബ് എന്ന പദം കൊണ്ട് തൗഹീദും ശിർക്കും വിശദീകരിക്കുന്നിടത്ത് നാം ഈ കാലം വരെയും ഉദ്ദേശിച്ച് പോന്നിട്ടുള്ളത്. ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ജിന്നുകളിൽപ്പെട്ട പലരും മനുഷ്യരിൽപ്പെട്ട പലരുമായും ബന്ധങ്ങളും ഇടപാടുകളുമൊക്കെ ഉണ്ടാക്കുമെന്നത് പ്രമാണ വിരുദ്ധമല്ല. അതുകൊണ്ടാണല്ലോ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ നാം തയ്യാറായത്. അതുകൊണ്ടാണല്ലോ കണ്ണീറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ നാം തയ്യാറായത്. അവിടെയെല്ലാം പൈശാചികമായ ഇടപെടലുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഹദീസിൽ നിന്ന് ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിഹിർ ചെയ്യുന്ന സാഹിർ, മായാജാലക്കാരൻ, അവൻ ഉപയോഗപ്പെടുത്തുന്നത് പിശാചനെയാണ്. അതേപോലെയുള്ള പല മേഖലകളിലും പൈശാചികമായ സഹായങ്ങളും പൈശാചികമായ ഉപദ്രവങ്ങളും. പിശാച്ചെന്ന് പറയുമ്പോൾ ജിന്നിൽപ്പെട്ട ദുഷിച്ചവനാണല്ലോ പിശാച്ച്, ശൈത്വാനെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ജിന്നുകളെ പ്രകൃതത്തിൻ്റെ ഭാഗം തന്നെയാണ് മനുഷ്യരുമായി അത്തരം ചില ഇടപാടുകൾ നിർവഹിക്കാൻ അവർക്ക് സാധിക്കുക എന്നുള്ളത്. ആ ഒരു ഇടപാടുകൾ അവരുടെ സബബിൽ നിന്നുകൊണ്ട്, അവരുടെ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അവരുടെ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ചില ചെയ്തികൾ, മനുഷ്യരുമായി ബന്ധപ്പെടുന്ന, മനുഷ്യരുമായി ഇടപെടുന്ന ചില മേഖലകളിൽ അവർ നിർവഹിക്കാം എന്ന് തന്നെയാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുണ്ട് എന്ന് വിശ്വസിക്കൽ ഒരിക്കലും ശിർക്കല്ല. എന്നാൽ ആ സബബുകൾക്ക് അപ്പുറമായി ഇടപെടാൻ കഴിയുമെന്ന വിശ്വാസമോ അത് ശിർക്ക് തന്നെയാണ്. മനുഷ്യനാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, മറ്റേത് സൃഷ്ടിയാവട്ടെ, ആ സൃഷ്ടികളെല്ലാം പ്രവർത്തിക്കുന്നത് ആ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നാം ഒരു ചെടി നട്ട് മുളപ്പിക്കുന്നുവെങ്കിൽ മനുഷ്യനാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും അതൊന്നുമല്ലാത്ത മറ്റേത് ജീവിയാണെങ്കിലും അതിന് അവൻ വിനിയോഗിക്കുന്ന ഒരു സംവിധാനമുണ്ട്. കുഴിയെടുക്കണം, വിത്തിടണം, വളമിടണം, വെള്ളമൊഴിക്കണം, പരിചരിക്കണം, അങ്ങനെ അത് മുളച്ച് പൊങ്ങി വളർന്നു വരണം. എന്നാൽ റഹ്മാനായ റബ്ബ് ഒരു സ്ഥലത്ത് ഒരു മരം മുളപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഈ സംവിധാനമൊന്നും റബ്ബിന് ആവശ്യമില്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാവട്ടെ എന്ന് പറയേണ്ട താമസം അത് ഉണ്ടായിത്തീരുന്നു. അവിടെ ഈ സംവിധാനം ആവശ്യമില്ല, ഈ സബബ് ആവശ്യമില്ല. അപ്പോൾ സബബുകൾക്കപ്പുറമായി പ്രവർത്തിക്കുന്നവൻ, സബബുകൾ ആവശ്യമില്ലാത്തവൻ, കാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടുന്നവൻ, അതീതമായി പ്രവർത്തിക്കുന്നവൻ റഹ്മാനായ റബ്ബ് മാത്രം. ഇങ്ങനെ ഈ സബബ് ഇല്ലാതെ പ്രവർത്തിക്കാൻ ഒരു മനുഷ്യനാകുമെന്ന് മറ്റൊരു മനുഷ്യൻ വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസം ശിർക്കായി. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ഷെയ്ഖ് സഹായിക്കുമെന്ന, മുഹീദ്ദീൻ ഷെയ്ഖ് വിളി കേൾക്കുമെന്ന, മുഹീദ്ദീൻ ഷെയ്ഖ് നമ്മെ കാണുമെന്ന, മുഹീദ്ദീൻ ഷെയ്ഖ് നമ്മുടെ സഭയിൽ ഹാജരാകുമെന്ന വിശ്വാസം സമുദായത്തിൽ പലരും വെച്ചു പുലർത്തിയപ്പോൾ ആ വിശ്വാസം തന്നെ ശിർക്കാണ് എന്ന് നാം പറഞ്ഞു കൊടുത്തത്. കാരണം ഇറാഖിലെ ബഗ്ദാദിൽ 1000ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു മറപ്പെട്ടു പോയ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് നമ്മുടെ ഈ സംസാരം കേൾക്കാൻ, നമ്മെ കാണാൻ, നമ്മുടെ ഈ സഭയിൽ ഹാജരാവാൻ ഭൗതികമായ സംവിധാനമില്ല, സബബുകൾ ഇല്ല. എന്നാൽ ആ സബബുകൾ ഇല്ലാഞ്ഞിട്ടും, ആ ഭൗതിക സംവിധാനമില്ലാഞ്ഞിട്ടും ഷെയ്ഖ് ഈ ശബ്ദം കേൾക്കുമെന്നും നമ്മെ കാണുമെന്നും ഈ സദസ്സിൽ ഹാജരാകാമെന്നും ഒരാൾക്ക് വിശ്വസിക്കണമെങ്കിൽ ഈ സബബുകൾ ഒന്നുമില്ലാതെ, ഈ കാരണങ്ങളും നിമിത്തങ്ങളും ഒന്നുമില്ലാതെ, സബബുകൾക്കതീതമായി ഉള്ള കാഴ്ചയും കേൾവിയും
അതേപോലെയുള്ള കഴിവുകളുമെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ഷെയ്ഖ് ഈ സദസ്സ് കാണുമെന്ന്, ആ ഷെയ്ഖ് നമ്മെ കാണുമെന്ന്, ആ ഷെയ്ഖ് നമ്മുടെ ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിക്കാനാകൂ. ആ വിശ്വാസം തന്നെ നാഥനിൽ പങ്കുചേർക്കലാണ്, അള്ളാഹുവിൽ ശിർക്ക് വെക്കലാണ്. അതേസമയം ഒരു മലക്ക് ഇപ്പോൾ നമ്മെ കാണുന്നുണ്ടാകാമെന്നോ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാമെന്നോ, ഇത് രേഖപ്പെടുത്തുന്നുണ്ടാകാമെന്നോ, ഈ സദസ്സിൽ ഒരു മലക്കുണ്ടാകാമെന്നോ ഒരാൾ വിശ്വസിച്ചാൽ അത് സബബിനപ്പുറമുള്ള വിശ്വാസമല്ല. ഒരു ജിന്ന് ഈ കൂട്ടത്തിലോ ഈ ഒരു പ്രദേശത്തോ ഉണ്ടാകാമെന്ന് ഒരുത്തം വിശ്വസിച്ചാലോ, ഒരു ജിന്ന് ഒരു പക്ഷേ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാമെന്നോ, ഈ സദസ്സിനെ കാണുന്നുണ്ടാകാമെന്നോ ഒരുത്തം വിശ്വസിച്ചാലോ ആ വിശ്വാസം ശിർക്കല്ല. എന്തുകൊണ്ട്? അവിടെ സബബിനപ്പുറമുള്ള കാഴ്ചയോ, സബബിനപ്പുറമുള്ള കേൾവിയോ, സബബിനപ്പുറമുള്ള ഒരു സംവിധാനമോ ജിന്നിനുണ്ട് എന്ന് വിശ്വസിക്കേണ്ട ആവശ്യം ഇത് വിശ്വസിക്കാൻ ഒരു മനുഷ്യനുണ്ടാകുന്നില്ല. എന്നാൽ ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും സബബിനപ്പുറമുള്ള കാഴ്ചയുണ്ടെന്ന്, കേൾവിയുണ്ടെന്ന്, കഴിവുണ്ടെന്ന്, സഹായിക്കുമെന്ന്, ഉപദ്രവിക്കുമെന്ന്, ഇടപെടുമെന്ന് എപ്പോൾ വിശ്വസിക്കുന്നുവോ ആ വിശ്വാസം ശിർക്കായി. ആ അടിസ്ഥാനത്തിൽ വിളിക്കുന്നുവെങ്കിൽ ആ വിളിയും ശിർക്കായി. രണ്ടാമതൊന്നുള്ളത്, മുശ്രിക്കായ ഒരു ജിന്നിനുള്ള ചോദ്യം ശിർക്കാണെങ്കിൽ മുശ്രിക്കായ മനുഷ്യനുള്ള ചോദ്യവും ശിർക്കാവണ്ടേ എന്നാൽ ആരോടായി എന്നതല്ല ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത്. ഏത് മാനദണ്ഡത്തിലായി എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. ഒരാളോട് ചോദിച്ചു വന്നതോ, ഒരു മൃഗത്തോട് ചോദിച്ചു വന്നതോ, അതല്ലാത്ത മറ്റു സൃഷ്ടിയോട് ചോദിച്ചു വന്നതോ അല്ല ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത്. മുസ്ലിമിനോട് ചോദിച്ചാലോ കാഫിറിനോട് ചോദിച്ചാലോ ആ ഒരു ബേസിലുമല്ല ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത്. ഒരു കാഫിറായ മനുഷ്യനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാണെങ്കിൽ മുസ്ലിം മനുഷ്യനോട് പ്രാർത്ഥിച്ചാലും ശിർക്ക് തന്നെയാണ്. കാഫിറായ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാണെങ്കിൽ മുസ്ലിമായ ജിന്നിനോട് പ്രാർത്ഥിച്ചാലും ശിർക്ക് തന്നെയാണ്. അതേപോലെ മൃഗത്തോട് പ്രാർത്ഥിച്ചാലും ശിർക്ക് തന്നെയാണ്. ഒരു മരത്തിനോട് പ്രാർത്ഥിച്ചാലും ശിർക്ക് തന്നെയാണ്. അപ്പോൾ ആരോട് എന്നല്ല, ഏതടിസ്ഥാനത്തിൽ, ഏത് മാനദണ്ഡത്തിലാണ് ഇവന്റെ ചോദ്യമുള്ളത്, എന്താണ് ഇവന്റെ വിശ്വാസം എന്നതാണ് അടിസ്ഥാനമായ ഘടകം തന്നെ. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ഷെയ്ഖെ സഹായിക്കണേ എന്ന ചോദ്യം ശിർക്കായി തീർന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് മുസ്ലിം അല്ലാഞ്ഞിട്ടല്ല, മുഹീദ്ദീൻ ഷെയ്ഖ് മനുഷ്യനല്ലാഞ്ഞിട്ടല്ല, മുസ്ലിമായിട്ടും മനുഷ്യനായിട്ടും മുഹീദ്ദീൻ ഷെയ്ഖെ എന്ന ചോദ്യം ശിർക്കായി മാറിയത് ഈ വിശ്വാസമാണ് അതിന് ആധാരം. ഷെയ്ഖിന് എൻ്റെ ശബ്ദം കേൾക്കാനാകുമെന്ന്, എന്നെ കാണാനാകുമെന്ന്, എൻ്റെ വിളി കേൾക്കാൻ